ഒരു മനോഹരമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ശംഖു എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ ഒരു ആവശ്യം. അതായത് അംഗൻവാടി പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ ആവശ്യമായിരുന്നു ഉപ്പുമാവ് ഡെയിലി കഴിച്ചു മടുത്തു. അതുകൊണ്ട് തന്നെ ഒരു ബിരിയാണിയൊക്കെ ആക്കിയാൽ കൊള്ളാം, ബിരിയാണി അല്ലെങ്കിൽ പൊരിച്ച കോഴിയൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാമെന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആവശ്യം ഇന്നിപ്പം നമ്മുടെ മന്ത്രി വീണ ജോർജ് കാണുകയും വീണ ജോർജ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് കണ്ടൊരു വാർത്തയാണ്. അതായത് നമ്മുടെ 24 ന്യൂസിൽ വന്നൊരു വാർത്തയാണ് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കി അറിയാൻ സാധിക്കും. ആ ഒരു വളരെ നല്ലൊരു കാഴ്ച. അതായത് ആ ഒരു കുഞ്ഞിന്റെ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നിയൊരു ആഗ്രഹം ആ കുഞ്ഞ് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ മന്ത്രി വീണ ജോർജ് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ ആ അംഗൻവാടി ഭക്ഷണ മെനു പരിഷ്കരണം പരിശോധിക്കുമെന്ന് നമ്മുടെ മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞിന് ഇനി മുതൽ ബിരിയാണി കഴിക്കുക, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞിന് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും ബിരിയാണി കഴിക്കുക എന്നുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു നമ്മുടെ മന്ത്രി വീണ ജോർജ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന എല്ലാ കുറ്റവാളികൾക്കും, എല്ലാ നാറിയ പരിപാടികൾ ചെയ്തിട്ട് കിടക്കുന്നവന്മാർക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നല്ല ഭക്ഷണവും അതോടൊപ്പം തന്നെ ബിരിയാണിയും ഇറച്ചിയൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഈ വളർന്നു വരുന്നത് നമ്മുടെ യുവതലമുറയ്ക്കായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ വാഗ്ദാനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ബിരിയാണി കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഇപ്പോൾ ഈ സൈഡിൽ പ്ലേ ചെയ്യാം. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് പറയാൻ കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം. ആ കുഞ്ഞിന്റെ അമ്മ എടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു. ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്നാണ്, അത് വേണമെന്നാണ് ആ കുഞ്ഞ് പറയുന്നത്. ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന തൃജുൽ എസ് സുന്ദർ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. അവൻ്റെ അമ്മ ആണ്, കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ്. ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണം എന്നുള്ളതാണ്. ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും, അവിടുത്തെ അങ്കണവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ശംഖുവിനും, പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള, ഞാൻ പറഞ്ഞല്ലോ, മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട CM തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നല്ലതിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ലതെന്ന് തന്നെ പറയണം. ഒരു കുഞ്ഞ് ആവശ്യം അറിയിച്ചപ്പോൾ ആ ഒരു ആവശ്യം മനസ്സിലാക്കി ചെയ്യുന്ന ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടി നമ്മുടെ മന്ത്രി വീണ ജോർജിന് ഒരുപാട് സന്തോഷം തോന്നുന്നു ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ നമ്മുടെ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് നമ്മുടെ മന്ത്രി വീണ ജോർജിന്. അതേപോലെ തന്നെ ഇനി എല്ലാ കുഞ്ഞുങ്ങൾക്കും ബിരിയാണി കഴിക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. നമുക്കൊന്നും ബിരിയാണി കിട്ടില്ല കേട്ടോ, കഞ്ഞിയും പയറൊക്കെയാണ്. എന്നാലും പോട്ടെ, കുഞ്ഞുങ്ങൾ കഴിച്ചൊക്കെ വരട്ടെ.